നമസ്കാരം. എൻ്റെ പേര് MS സുവി. ഞാൻ ജില്ലാ ഫയർ ഓഫീസർ തൃശ്ശൂരാണ്. ഇവിടെ ഇപ്പോൾ സ്പെഷ്യൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ സ്പെഷ്യൽ ഓഫീസറായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. ഞാൻ ഏതാണ്ട് ഒരു 20 വർഷത്തിൽ കൂടുതലായി ഈ ഡ്യൂട്ടി, ശബരിമല ഡ്യൂട്ടി ചെയ്തു വരികയാണ്. ഇവിടെ ഫയർ സർവീസിന്റെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ നമ്മൾ നേരത്തെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം നടന്നു വരുന്ന ഡ്യൂട്ടി 3ാമത്തെ ഫേസാണ്. 19ാം തീയതിയാണ് ഈ ഫേസ് അവസാനിക്കുന്നത്. ഇവിടെ 9 പോയിന്റുകളിലായി നമ്മൾ സിവിൽ ഡിഫൻസ് ഗാർഡ് ഉൾപ്പെടെ ഏതാണ്ട് 80ഓളം ആൾക്കാർ, ജീവനക്കാർ, ഓഫീസേഴ്സ് ഉൾപ്പെടെ ജോലി ചെയ്ത് വരുന്നുണ്ട്. ഈ പ്രാവശ്യം വന്നിട്ട് വളരെ അഭൂതപൂർവമായ ജനക്കൂട്ടമാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഡ്യൂട്ടിക്ക് അതിൻ്റെതായ റിസ്ക്കും ധാരാളമുണ്ട്. പക്ഷേ കൂടെയുള്ള ജീവനക്കാരിൽ തന്നെ പലരും പകുതിയിൽ കൂടുതൽ പേരും വളരെയധികം എക്സ്പീരിയൻസ്ഡ് ഉള്ളവരും കൂടുതൽ കാലം ഇവിടെ സർവീസ് ചെയ്തിട്ടുള്ളവരും ആണ്. ഇവിടെ നമ്മൾ പ്രധാനമായും ചെയ്യുന്നത് ഈ 9 പോയിന്റിലെയും ആൾക്കാരെ സഹായിക്കുക എന്നതിന് പുറമെ അവിടെ റിസ്കി ആയിട്ടുള്ള പല കോളുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ 280-ൽ പരം കോളുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആൾക്കാരും മോഹാലസ്യപ്പെട്ട് വീഴുക, അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരെ ആൾക്കാരെ സഹായിക്കുക, ഇങ്ങനെയുള്ള ജോലികളാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ശരംകുത്തി ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നത് ഏറ്റവും അധികം റിസ്ക് ഉള്ള കാര്യങ്ങളാണ്. വളരെ ശ്രമകരമായാണ് ആ ജോലികൾ ചെയ്തു വരുന്നത്. അവരെ നമുക്ക് സ്ട്രെച്ചറിൽ തൂക്കി, നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഇങ്ങോട്ടുള്ള അമ്പലത്തിലേക്ക് വരുന്ന ഭാഗത്തുള്ള ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴി വളരെ ഇടുങ്ങിയ റിസ്ക് ഉള്ളതാണ്. അതിന് അത്രയും ഭാരമായ ആൾക്കാരെ വഹിച്ച് നമുക്കിവിടെ വരിക, അതിന് ഹാർഡായിട്ടുള്ള ജോലികളാണ്. അത്തരം ജോലികൾ ധാരാളം ചെയ്തു വരുന്നു. കൂടാതെ ഇവിടുത്തെ സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപന ഹോട്ടലുകൾ, മറ്റ് സ്ഥലങ്ങളെല്ലാം കൃത്യമായി 3ഓളം ടീമുകൾ നമ്മൾ സജ്ജമാക്കി ഇൻസ്പെക്ഷൻ നടത്തി വരുന്നുണ്ട്. അവർക്ക് ആവശ്യമായ ഉപദേശങ്ങൾ, അവിടെയുള്ള ഫയർ അസിസ്റ്റന്റ് ഉപകരണങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ അവബോധം വളർത്തുന്നുണ്ട്. കൂടാതെ ഇവിടെ പല സ്ഥലങ്ങളിലും ഡീസൽ പോലുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശബരിമല സ്പെഷ്യൽ ഓഫീസേഴ്സുമായി കൺസൾട്ട് ചെയ്യുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാനും പരിശ്രമിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ നമ്മൾ പ്രധാനമായും കാണുന്നത്, ഇവിടെ നമ്മുടെ സന്നിധാനത്തെ സോപാനം, 18ാം പടി എന്നിവയെല്ലാം നമ്മൾ വർഷങ്ങളായി ഇത് വൃത്തിയാക്കുന്ന കാര്യത്തിൽ ചെയ്യുന്നുണ്ട്. കൂടാതെ പൊടിപടലങ്ങൾ കൂടിയാണ് സ്ഥലങ്ങളിൽ വാട്ടർ സ്പ്രേ ചെയ്തിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഹോട്ടലുകളും മറ്റു കാര്യങ്ങളും നടത്തി വരുന്ന ആളുകൾക്ക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനായിട്ടുള്ള പരിശീലനം ക്ലാസുകൾ കൂടെ നടത്തുന്നുണ്ട്. അവിടെ പല സ്ഥലങ്ങളിലായിട്ട് ആൾക്കാർ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് അഷ്ടമാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞ് പല ഭാഗങ്ങളിൽ നമ്മൾ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ ലഘുലേഖകൾ വിതരണം ചെയ്യുന്നുണ്ട്. പല ഭാഗങ്ങളിലും ആൾക്കാർക്ക് കൂട്ടം ഒരുമിച്ച് വിശ്രമിക്കുന്ന സമയങ്ങളിൽ അവർക്ക് ഇതിനെപ്പറ്റിയുള്ള അപകടം വന്നാൽ എവിടെ കൂടെ എന്നൊക്കെ രക്ഷപ്പെടണം, വഴികൾ, നമ്മൾ പ്രധാനപ്പെട്ട വഴികൾ ഏതൊക്കെ ഭാഗങ്ങളിലൂടെ എസ്കേപ്പ് റൂട്ടുകളുണ്ട്, അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ആൾക്കാർക്ക് ബോധവൽക്കരണം നടത്തുന്നുണ്ട്. ഭാവി ജീവിതം വളരെ നല്ലതായിരിക്കട്ടെ എന്നും സന്തോഷകരമായിരിക്കട്ടെ എന്ന് അഭിപ്രായം. ബഹുമാനപ്പെട്ട DFOയെയും സ്റ്റേഷൻ ഓഫീസറെയും പിന്നെ ഈ മേൽത്തട്ടിലുള്ള എല്ലാ ജീവനക്കാർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഞെട്ടിപ്പോയി. കാരണം മെസ്സേജ് വന്നപ്പോൾ ഗ്രേഡ് SO 4535 G അനിൽകുമാർ അവസാന ശബരിമല ഡ്യൂട്ടിയാണെന്നും പിന്നെ അദ്ദേഹത്തിൻ്റെ നമുക്ക് ആദരിക്കുന്നത് ഞാൻ തന്നെ കിളി പോയി, എന്നെ കിളി പോയി. കാരണം ഞാനറിയാതെ ഞാൻ ഇനി 3 വർഷം കിടക്കാണ്. അപ്പോൾ ഞാനറിയാതെ എൻ്റെ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കാൻ പറ്റില്ല. സാറ് ഞാൻ കൂടി എപ്പോഴും അയൽവാസികളാണ്. സാറ് കൂത്താടുത്തോട്ട് സാറ് അടുത്ത നല്ല പണിയെടുത്തു. ആകാത്തിനത്തിൽ കൂടെ ആക്റ്റീവ് 2004 തൊട്ട് ഞങ്ങൾക്ക് അറിയാവുന്നത് ഏതൊരു കീപ്പറുണ്ട്.